കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു മൂവി പ്രൊജക്ടർ അത് ഏത് വാങ്ങണം എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സിനോട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു മോഡലാണ് എപ്സന്റെ TW750. TW750 എപ്സന്റെ ഫുൾ HD പ്രൊജക്ടറാണ്. സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഒത്തിരി നാളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ്. ഇതിനും കുറഞ്ഞ മോഡൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഫുൾ HD അല്ല, HD ആയിരിക്കുന്നു മാത്രം. നമ്മളൊരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ റൂം ഒക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഫുൾ HD പ്രൊജക്ടർ എങ്കിലും നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രൊജക്ടറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 3 കിലോയാണ് നമുക്കിതിൻ്റെ വെയിറ്റ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഫുൾ HD പ്രൊജക്ടറാണ്. 1080 പിക്സലാണ് വരുന്നത്. 30 ഇഞ്ച് മുതൽ 300 ഇഞ്ച് വരെയുള്ള സ്ക്രീൻ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ കൊണ്ട് സാധിക്കും. 300 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ക്രീൻ സൈസ് കൂടുന്തോറും അതിൻ്റെ പിക്ചർ ക്വാളിറ്റി കുറവായിരിക്കും. 3LCD ടെക്നോളജിയാണ് കമ്പനി ഈ ഒരു മോഡലിൽ കൊടുത്തേക്കുന്നത്. എപ്സൺ ആണ് 3LCD പ്രൊജക്ടറുകൾ കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യണത്. 3LCD പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്നും ലഭിക്കും. ലൈറ്റ് സോഴ്സ് വരുന്നത് ലാമ്പാണ്. 12,000 മണിക്കൂറാണ് ലാമ്പിൻ്റെ ലൈഫ് പറയണത്. ഈ ഒരു 12,000 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊജക്ടർ മാറ്റണം എന്നല്ല, നമുക്ക് ലാമ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. 3400 ലൂമിനസ് ആണ് വരുന്നത്. കോൺട്രാസ്റ്റ് റേഷ്യോ 16,000:1. കളർ റീപ്രൊഡക്ഷൻ അപ് ടു 1.07 ബില്യൺ ആണ്. ബാക്കിലായിട്ട് ഒരു സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് യൂസിനൊക്കെ നമുക്ക് ആ ഒരു സ്പീക്കർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 HDMI വരുന്നുണ്ട്, ഒരു VGA വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഓഡിയോ ഔട്ട് വരുന്നുണ്ട്. പിന്നെ RCA കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ളത് 2 USB പോർട്ട് മുകളിൽ കാണാനായിട്ട് സാധിക്കും. Aയും Bയും. Bയിൽ നമുക്ക് മൗസും കീബോർഡും കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഈ ഒരു Bയിലേക്കുള്ള കേബിളും കമ്പനി ഈ ഒരു മോഡലിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുകളിലായിട്ട് അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ ഒരു റിമോട്ടിൽ എന്ന പോലെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലൈറ്റ് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ആ ഒരു ലെൻസിൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് പിക്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഹൊറിസോണ്ടലൊക്കെ ആയിട്ട് ആ ഒരു പിക്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള നോബുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ വരുന്നുണ്ട്. അതിൽ പൊടിയൊക്കെ ഇരിപ്പുണ്ടാവും. ഇടയ്ക്ക് നിങ്ങളതൊന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതിൽ വൈഫൈ വരുന്നുണ്ട്. പ്രൊജക്ടറിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് അപ്ഡേഷൻ ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യുക. ബിൽറ്റ് ഇൻ ക്രോംകാസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഫോണിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലുള്ള വീഡിയോസൊക്കെ നമുക്ക് പ്രൊജക്ടറിലേക്ക് ഷെയർ ചെയ്തിട്ട് വലിയ സ്ക്രീനിൽ കാണാനായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. 2 വർഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത്. ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊജക്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും.